2024 ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളുമായിട്ടാണ്. അവരിൽ പലരും എന്നോട് സംസാരിച്ചപ്പോൾ പങ്കുവെച്ച ഒരു വാചകം എന്ന് പറയുന്നത്, ഇതൊക്കെ എൻ്റെ വിധിയാണ്, ഞാനിതൊക്കെ അനുഭവിച്ചേ തീരും. ഇന്ന് നമ്മളിൽ പലരും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇത്തരത്തിൽ പറയാറുണ്ട്. അതായത് ഇതൊക്കെ ഞാൻ അനുഭവിച്ചേ തീരും. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് ഈ രീതിയിലൊക്കെ സമീപിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, അതല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ. രണ്ടിലെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ ഒരാളുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരതയില്ല. അത് ഒന്നുകിൽ അവരുടെ ചുറ്റുപാട് കൊണ്ടാവാം, ദരിദ്രമായ സാഹചര്യത്തിൽ അവർ ജനിച്ചത് കൊണ്ടാവാം, അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റെന്തെങ്കിലും ബിസിനസ് പരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മൂലമാകാം. അപ്പോൾ ഇതിലേത് സാഹചര്യത്തിലാണെങ്കിലും അവർക്ക് ഒന്നുകിൽ അതിനെപ്പറ്റി പരാതി പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ ദരിദ്രനായി തന്നെ തുടരാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് അതിൽ നിന്നും കരകയറി സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം. ഇതിൽ പല ആളുകളും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. അതേ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് പറഞ്ഞ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, ഒരാൾ ദരിദ്രനായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, പക്ഷെ ഒരാൾ ദരിദ്രനായിട്ട് മരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ കുറ്റമാണ്. ഇനി ബന്ധങ്ങളിലേക്ക് വന്നാൽ, ഒരു ബന്ധത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് നമ്മുടെ മുൻപിലുള്ള കുറേ അധികം ഓപ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് എന്നുള്ളതാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് അവർ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചു പെരുമാറുക, അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യുക എന്നൊക്കെയുള്ളത് നമ്മുടെ മുൻപിലുള്ള മറ്റൊരു ഓപ്ഷനാണ്. പക്ഷേ ഈ രണ്ട് ഓപ്ഷനും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും മാത്രമായിരിക്കും ഉണ്ടാക്കുക. എന്നാൽ ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന മറ്റൊരു നല്ല ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആ ഒരു പ്രശ്നത്തെ ശരിയായിട്ടൊന്ന് വിലയിരുത്തി അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തുക. അതിനുശേഷം അവിടെ നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ആ തെറ്റിനെ അംഗീകരിച്ച് അത് തിരുത്താനായിട്ട് തയ്യാറായാൽ ആ ബന്ധം നല്ല രീതിയിൽ പോകും. എന്നാൽ നമ്മൾ ആ പ്രശ്നത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് മറുഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അവരോട് അത് പറയുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം അവരത് അംഗീകരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവർ തെറ്റ് തിരുത്താനായിട്ട് തയ്യാറാകുമോ എന്നുള്ളതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം നമ്മൾ ചെയ്യുക, അതിനുശേഷം അവർ ആ തെറ്റ് അംഗീകരിച്ച് അത് തിരുത്താനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ആ ബന്ധത്തിൽ നല്ല രീതിയിൽ തുടർന്നു പോകാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷവും അവരുടെ തെറ്റ് തിരുത്താനോ അംഗീകരിക്കാനോ തയ്യാറാകുന്നില്ല എങ്കിൽ അവിടെ നമ്മുടെ മുൻപിൽ വീണ്ടും രണ്ട് ഓപ്ഷനുണ്ട്. അതായത് ഒന്നുകിൽ നമുക്ക് അവരിൽ നിന്നും മാനസികമായിട്ടെങ്കിലും അകലാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നമുക്കില്ല എങ്കിൽ അവിടെ ഇവരുടെ പെരുമാറ്റങ്ങൾ നമ്മളെ ബാധിക്കാത്ത വിധത്തിലുള്ള കൃത്യമായിട്ടുള്ള ശക്തമായ ബൗണ്ടറികൾ നമ്മൾ സെറ്റ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ തകരാറിലാക്കുന്ന കഷ്ടപ്പാടുകളാക്കി മാറ്റണോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണെന്നുള്ളതാണ്. അത് ഇങ്ങനെ കഷ്ടപ്പാടായി മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, യാഥാർത്ഥ്യം എന്താണോ അതിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത് കഷ്ടപ്പാടായിട്ട് മാറുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ ബന്ധത്തിൻ്റെ കാര്യമാണെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ നമ്മൾ എത്ര പറഞ്ഞാലും അവർ മാറാൻ തയ്യാറാവില്ല. അവരുടെ പെരുമാറ്റം അവരങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും, അവർ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതൊരു കഷ്ടപ്പാടായിട്ട് മാറുന്നത്. എന്നാൽ നമ്മൾ ഏതെല്ലാം രീതിയിൽ ശ്രമിച്ചതിന് ശേഷവും അവരുടെ സ്വഭാവത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവർ അങ്ങനെയുള്ളവരാണ്, അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളൊന്ന് അംഗീകരിക്കാനായിട്ട് തയ്യാറാകുക. അതിനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടപ്പാടിൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കും.
അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും ഒക്കെ കൊടുക്കുന്ന അർത്ഥം ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മളെ തകർക്കാൻ വന്നതാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാര്യം പ്രത്യേകം ഓർക്കുക, സഫറിങ് ഈസ് എ ചോയ്സ്. അത് തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളോട് ഈ രീതിയിൽ ഒന്ന് സമീപിച്ച് നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.